നമസ്കാരം നമോഭാഗം ഏവർക്കും സ്വാഗതം അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ മലയാളികൾ, കേരളത്തിലുള്ള മലയാളികളെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ, എല്ലാവരും ഒരു നല്ല മഴ കിട്ടണമേ കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ടെമ്പറേച്ചർ ഇങ്ങനെ മുൻപോട്ട് പോകുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളം വറ്റി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു എന്നതൊക്കെ കേട്ടിട്ട് എല്ലാവരും കുറച്ച് ഞെട്ടലോടെയും കുറച്ച് ഭയപ്പാടോടും കൂടി വരും ദിവസങ്ങളിലേക്ക് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി കേരളത്തിൽ നല്ല നല്ല മഴ കിട്ടുന്നു. പല പല സ്ഥലങ്ങളിലായി. ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് പറയുന്നതിന്റെ മേജർ ആയിട്ടുള്ളൊരു വിശേഷം ഇത് തന്നെയാണ്. നല്ലൊരു മഴ കിട്ടി, എന്തൊരു ആശ്വാസം, എന്തൊരു സന്തോഷം എന്ന്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒന്ന് പറിച്ചു മാറ്റപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു നാളേക്ക് ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മലയാളികളായ നമ്മൾക്ക് മഴയും പുഴയും കാടും മലയും ഒന്നും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, ജീവിതത്തിൽ നിന്നും വേർതിരിച്ച് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഏവരെയും സ്നേഹിക്കുന്ന, ഈ പ്രകൃതിയെയും ഈ കേരളത്തെയും ഒക്കെ സ്നേഹിക്കുന്ന ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക്. നല്ലൊരു പാട്ടായിരുന്നു അല്ലെ, നല്ലൊരു സോങ്. അത് മാത്രമല്ല കൊച്ചി നഗരത്തിന്റെ എല്ലാ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു നല്ല സോങ് ആയിരുന്നു. നല്ല വിഷ്വൽസ് ആയിരുന്നു. അത് വൈക്കം വിജയലക്ഷ്മിയുടെ നല്ല ഒരു ശബ്ദം. ആ ഒരു ശബ്ദം കൂടെ കേട്ടുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ ഇവിടെ ആരംഭിക്കുമ്പോൾ എല്ലാവരുടെയും അടുത്ത് സാധാരണ പറയുന്നത് പോലെ ഒരിക്കൽ കൂടി റിമൈൻഡ് ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫോൺ നമ്പർ. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. ആ നമ്പറിൽ കോൾ വരുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലെറ്റർ നമുക്ക് വായിക്കാം. Dear viewers and anchor of Asset Homes American Cafe, hope life is showering blessings on your life. I always believe that a person should be equally blessed with skills and luck to reach his destined goal. I'm Sharada Panikar, mother of 2 girls, grandmother of 4 boys and wife of Sundareshan Panikar. I began working as a nursing assistant in Bihar in the year 1968 and then later came to US in the year 1974. I initiated my sisters and sister-in-laws to take up the same profession, and 6 of them are right now in my nearby states. I've defined some rules for my life, and among it the first priority goes to helping the needy and not the greedy. I hope life is blessed for me and my loved ones. My regards to all there. Loads of love, Sharada Panikar. Sharada ആന്റി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വിഷ്വൽസ് ആയിട്ട് വരാണ്. 1968 ഫസ്റ്റ് ബീഹാറിൽ പോകുന്നു, അവിടെ ജോലി ചെയ്യുന്നു. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യാതൊരു പരിചയമില്ലാത്ത വളരെ പുതിയൊരു ലോകത്തിലേക്ക്, അതായത് US-ലേക്ക് പറിച്ചു നടപ്പെടുന്നു. അതിനുശേഷം വീണ്ടും അവിടെ ചെന്നതിന് ശേഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. കൂടെയുള്ളവരെ, അത് സിസ്റ്റേഴ്സും സിസ്റ്റർ-ഇൻ-ലോസുമായിട്ടുള്ളവരെയൊക്കെ ഈ ഒരു ജോലിയിലേക്ക് കടന്നു വരുവാൻ പ്രേരിപ്പിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ശാരദ ആന്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കോൾ വരുന്നതിന് മുമ്പ് നമുക്കൊരു നല്ലൊരു സോങ് വരുന്നതിന് മുമ്പ് നമുക്കൊരു നല്ല കോൾ ഉണ്ട്. ഹലോ ഹലോ, ഒരിക്കൽ പറയോ? കേൾക്കാം കേൾക്കാം. ആരാണ്? പറഞ്ഞോളൂ. എന്റെ പേര് എൽസിക്കുട്ടി, ലോസ് ആഞ്ചലസിൽ നിന്ന് വിളിക്കുക. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ്. അതെ, വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും എനിക്ക് ഈ ഒരു ശബ്ദം, എൽസിക്കുട്ടി എന്നുള്ള പേര് എനിക്കൊരു ഓർമ്മ വരണം, അതാ ചോദിച്ചത്. എന്ത് പറയണോ എന്റെ ഈ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. മക്കൾസും ഭർത്താവും ഒക്കെ ഉണ്ടോ അടുത്ത്? ഭർത്താവുണ്ട്, ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ട്. മക്കള് രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. മക്കൾ 2 പേര്. ആന്റി എന്ത് ചെയ്യായിരുന്നു ഇപ്പോ? ഞാൻ റിട്ടയർഡ് നേഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ. അതല്ല, ഇപ്പൊ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു എന്നാ ചോദിച്ചത്. വീട്ടിലൊന്നും ചെയ്യുന്നില്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുക. അത് വാച്ച് ചെയ്തോണ്ട് ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പം റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ആന്റിയെ പോലെ തന്നെ വേറൊരു ആന്റിയുടെ ലെറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് വായിച്ചത്. റിട്ടയർ ചെയ്തതിന് ശേഷം വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ പഠിക്കാനോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? കുറച്ച് ബൈബിൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്കൊരു ആന്റി അല്ല, 1-2 ആന്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അവർ റിട്ടയർ ചെയ്തതിന് ശേഷം അവരുടെ ലൈഫ് കാണുമ്പോഴാണ് നമ്മൾ വളരെ എൻവിയസ് ആവും, ജലസ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും നല്ല നല്ല യാത്രകൾ, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നു. എനിക്ക് തോന്നുന്നു മേ ബി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടാതിരുന്ന സമയമൊക്കെ ഇപ്പോഴാണ് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്ന്, അല്ലേ? ശരിയാ, എൻഗേജ്ഡ് ആവും. ആണല്ലേ? വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ ആന്റി? ഓക്കെ. ഇതിനിടയിൽ കുട്ടികളെ കാണാൻ പോവാൻ പറ്റാറുണ്ടോ? അതിനുള്ള സമയമൊക്കെ കിട്ടുമോ?
എവറി 6 months പോയി കാണുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ആന്റി എന്തെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യാറുണ്ടോ? ബൈബിൾ ക്ലാസ്സിൽ പോകാറുണ്ടോ? അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ബൈബിൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിലൊക്കെ പോകുമ്പോ പുതിയ ഫ്രണ്ട്സിനെ കിട്ടാറില്ലേ ഇപ്പൊ? പുതിയ ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് പോകുന്നിടത്തില്ല. അതൊരു രസമല്ലേ? രസം തന്നെ. അത് തന്നെ പുതിയ ആൾക്കാരെ പുതിയ സിറ്റുവേഷനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മേ ബി നിങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ ഒന്നുകൂടെ പോകുന്ന അതേ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ ഇപ്പം? അതേ തന്നെ. പുതിയ ഫ്രണ്ട്സ്, പുതിയ ആൾക്കാര്, വേറെ ടെൻഷൻസ് ഒന്നുമില്ല. ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയല്ലേ? ഓക്കെ, ശരി. അപ്പൊ കുക്ക് ചെയ്യും. അതുകൊണ്ടല്ലേ? ആണല്ലേ? ആന്റി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണ്? സ്പെഷ്യലായിട്ട് പറയാനാണെങ്കിൽ എനിക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ്. അടിപൊളി. പിന്നെ നമ്മുടെ എല്ലാ ചൈനീസും ഇറ്റാലിയനും അമേരിക്കനും ഇന്ത്യനും എല്ലാം കുക്ക് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു സംഭവമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്ന ആരാണ്? ഹസ്ബൻഡ് ആണോ, മക്കളാണോ, ഫ്രണ്ട്സ് ആണോ? മക്കള് എൻജോയ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഇനിയിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുക്കിംഗ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പൊ നമുക്കിപ്പോ കുറെ കൂടെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. കാരണം നെറ്റിൽ നിന്ന് നമുക്ക് അതിന്റെ റെസിപ്പീസ് കിട്ടും, പുതിയ പുതിയ കാര്യങ്ങൾ എന്താന്നൊക്കെ പഠിക്കാൻ പറ്റും അല്ലേ? പഠിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നെറ്റിൽ അത്ര നോക്കാറില്ല. ഞാൻ എന്റെ ഓൺ റെസിപ്പിയാ കൂടുതലും. ആണല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ സന്തോഷം. കാരണം നല്ല ഭക്ഷണം അത് എന്താ പറയാ ഉണ്ടാക്കുന്നതിലും ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓയിലെല്ലാം കട്ട് ചെയ്ത് ഫാറ്റ് കുറച്ച് കാർബോഹൈഡ്രേറ്റ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ആന്റി ഇനി പറ്റുകയാണെങ്കിൽ ഞാനൊരു സജഷൻ പറയട്ടെ. ഇപ്പൊ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ആന്റി ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ പിക്ചേഴ്സോട് കൂടി ആ റെസിപ്പീസ് നെറ്റിൽ അപ്ലോഡ് ചെയ്യും. കുറെ അധികം ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും, കുറെ അധികം ആൾക്കാർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പ്ലീസ് കേട്ടോ. FB-യിലാണെങ്കിലും ആന്റി ഒരു FB പേജ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നല്ല നല്ല പിക്ചേഴ്സ് എടുക്കാം. അത് അതിനുശേഷം അത് കഴിക്കുന്നവരുടെ കമന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടല്ലോ. പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യൂ. ഓക്കെ ആന്റി, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആന്റി വളരെ എന്താ പറയാ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഒക്കെ ആന്റിയുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കണം. ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. കാരണം പണ്ടൊക്കെ റിട്ടയർ ചെയ്തതിനു ശേഷം പല ആൾക്കാരെയും കാണുമ്പോൾ എന്താ ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നു, ബോറടിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ്സ് ആണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്. അതിൽ നമുക്കൊക്കെ മാറി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പോലെ, അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷി പറയുന്നത് പോലെ ജീവിതത്തിൽ രണ്ടാമതൊരു ബാല്യം കിട്ടുന്നു എന്ന അവസ്ഥയിലേക്ക് ചെല്ലുന്ന എല്ലാ റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുന്ന എല്ലാ മലയാളികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മളുടെ നെക്സ്റ്റ് സോങ് അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ഹലോ, ഇത് എന്റെ പേര് അനിൽ എന്നാണ്. ഞാൻ ലോസ് ആഞ്ചലസ് സൗത്ത് ലോസിലാണ്. നാട് കണ്ണൂര് അല്ലേ? ഓക്കെ. കണ്ണൂരുകാരെന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്ന നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെന്നാളാണ്, ശരിയാണോ? നമ്മുടെ നാട്ടിൽ പറയുന്നത് സൽക്കാരപ്രിയരെന്നാണ് കണ്ണൂരുകാരൻ. എന്താ പറയാ? സൽക്കാരപ്രിയരാണ്. നല്ല ഭക്ഷണം. അതെ, വളരെ നന്നായിട്ട് നമ്മൾക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലേ തരുന്ന ഭക്ഷണം അവര് വിളമ്പി തരുന്ന രീതിക്ക് പോലും ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ? അതെ, നമ്മളെ സൽക്കരിച്ച് വയറു നിറച്ചിട്ട് വിടുള്ളൂ. അതാണ് നമ്മുടെ രീതി കണ്ണൂര്. ആണല്ലേ? ഓക്കെ. കണ്ണൂർ എവിടെയാണ് സ്ഥലം? എന്റെ വീട് പട്ടു എന്ന് പറയും. തളിപ്പറമ്പിനടുത്ത്. എന്തുകൊണ്ടോ എനിക്ക് ഫോൺ ചെയ്തപ്പോഴേ ഇപ്പൊ ഫസ്റ്റ് കണ്ണൂർ എന്ന് പറയുമ്പോ ആദ്യം എനിക്ക് തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് വേഗം മനസ്സിലേക്ക് വന്നത്. എന്താണെന്ന് അറിയില്ല, മേ ബി പറയാൻ വന്നിരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എവിടെയാണ് പഠിച്ചതൊക്കെ പറയൂ. ഞാൻ പഠിച്ചത് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ്. 2000 പാസ് ഔട്ടായി. പിന്നെ അവിടെ നിന്ന് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. എത്ര വർഷമായി US-ലെത്തിയിട്ട്? ഞാനൊരു 12 വർഷമായി. 12 വർഷമായി. ഈ 12 വർഷത്തിനിടയിൽ എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? അതൊരുപാടാണ്. എന്തെങ്കിലും പറയൂ, ഒന്ന് രണ്ടെണ്ണം പറയൂ, പ്രേക്ഷകർ കേൾക്കട്ടെ. അല്ല, ഞാൻ ഇവിടെ വന്നത് ബാച്ചിലർ ആയിട്ടാണ്. പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. പിന്നെ 2 കുട്ടിയായി. അങ്ങനെ ചേഞ്ചസ്. അതന്നെയാണ് ഏറ്റവും വലിയ ചേഞ്ച് അല്ലേ? ഓക്കെ. ഇനി ഞാൻ അതല്ലേ ചോദിച്ചു, വൈഫ്, കുട്ടികൾ, അവരുടെ പേരുകളൊക്കെ പറയൂ. വൈഫിന്റെ പേര് അനു. പിന്നെ 2 കുട്ടികള്. മൂത്ത കുട്ടി അൻവിത, അവള് 6 ഇയേഴ്സ് ആയി, ഫസ്റ്റ് ഗ്രേഡിൽ പഠിക്കുന്നു. ഓക്കെ.
രണ്ടാമത് ഇപ്പൊ ന്യൂ ബോൺ ആണ്, അത് 5 months ആയി. പേര് ആരതി. ആരതി, ഓക്കെ ഓക്കെ. അപ്പോ ന്യൂ ബോൺ കുട്ടിയെ കൊണ്ട് ഇതുവരെ നാട്ടിൽ വന്നിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഞങ്ങളെ പാരന്റ് ഇപ്പൊ പോയതായിരുന്നു, കഴിഞ്ഞ വീക്കെൻഡ് പോയി. അവരുണ്ടായിരുന്നു ഇവിടെ, അപ്പൊ അവര് വന്നുകൊണ്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇപ്പൊ അവര് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, പൊതുവെ കുട്ടികൾ ഉണ്ടായതിനു ശേഷം നാട്ടിൽ പോകാൻ പറ്റിയില്ലല്ലോ, അതൊരു വിഷമം. നാട്ടിലുള്ളവർക്കൊക്കെ ഒന്നും കാണാൻ പറ്റില്ല, എസ്പെഷ്യലി പേരൻസിന് കാണാനൊക്കെ പറ്റിയില്ലെങ്കിൽ ഉള്ളിലൊരു സങ്കടം കാണും അല്ലേ? അതെ, എസ്പെഷ്യലി റിലേറ്റീവ്സ് ഒക്കെ എപ്പോഴും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഫേസ് ടൈമും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചാറ്റൊക്കെ ചെയ്ത്. ഓക്കെ, അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പം അങ്ങ് മാറി. എങ്കിലും കണ്ണൂരിൽ എന്ത് കാര്യമാണ് പൊതുവെ ഇപ്പോഴും മിസ് ചെയ്യാറുള്ളത് നാട്ടിനെ പറ്റി ആലോചിക്കുമ്പോ? എന്റെ നാട്ടിലിപ്പോ ഒരു സ്പെഷ്യൽ ഒരു ഇവന്റ് ആണ്, എന്ന് പറയും, ഞങ്ങൾ തെയ്യം എന്ന് പറയും. അത് ഒരു ഭയങ്കര മിസ്സിംഗ് ആണ്. ആക്ച്വലി എന്റെ വീട്ടിലുള്ള ഒരു സംഭവമാണ്. എവരി ജാനുവരി ഞങ്ങൾ തെയ്യം ആഘോഷിക്കും. കലാരൂപമാണ്. എനിക്കെല്ലാം പെട്ടെന്ന് മിസ് ചെയ്യണോ, എനിക്ക് പോകാൻ പറ്റുന്നില്ല. എവരി മന്ത് ജാനുവരിയിലാണ്. ഞാനതല്ല ചോദിക്കുന്നത്, ഈ തെയ്യത്തിനെയും പണ്ടുള്ള കാലത്ത് കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തെയ്യത്തിനുള്ള കളേഴ്സ് ഒക്കെ അവരുടെ ദേഹത്ത് പൂശാനുള്ള കളേഴ്സ് ഒക്കെ കുറെ കുട്ടികൾ കൂടെ ചേർന്ന് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ചെറുപ്പത്തില്? എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങള് തെയ്യത്തിന്റെ സമയത്ത് ഇങ്ങനെ വിൽക്കാൻ പോകും, പിന്നെ മിഠായി വിൽക്കാനും അങ്ങനെ ഭയങ്കര ഫണ്ണായിരുന്നു. ആണല്ലേ? ഇപ്പം കൂടുതലും എനിക്ക് തോന്നുന്നു തെയ്യം ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത നമ്മുടെ ആസ്പയറിംഗ് ഫോട്ടോഗ്രാഫേഴ്സിനെയാണെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു എന്താ പറയാ, ഒരു കഥകളി പോലുള്ള ഒരു കലാരൂപമാണ്. വളരെ കളർഫുൾ ആണല്ലോ ഫോട്ടോഗ്രാഫിക്കും. അതെ അതെ. ഇപ്പൊ കേരളത്തെ കുറിച്ചുള്ള ഫോട്ടോഗ്രാഫി എവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെയ്യത്തിന്റെ ഒരു പിക്ചർ ഒബ്വിയസ്ലി ഉണ്ടാവും. മേ ബി കഥകളേക്കാൾ കൂടുതൽ ഇപ്പൊ ഏറ്റവും അധികം ആൾക്കാർ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു തെയ്യം. അത്രയും എനിക്ക് തോന്നിയിട്ടുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഏറ്റവും അധികം കേരളത്തെ പറ്റി പറയും അല്ലെ, അങ്ങനെയുള്ള ബുക്സ് കാണുമ്പോൾ നമ്മൾ ആദ്യം ഒരു തെയ്യത്തിന്റെ ഫോട്ടോ കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് പല ഇതിലും. ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ നമ്മുടെ തെയ്യത്തിനൊക്കെ നമുക്കൊരു ഇതിൽ തോന്നുന്നു, നമുക്കൊരു ഫീൽ ലൈക്ക് ഇത് നമ്മുടെ നാട്ടിലൊരു സാധനമാണല്ലേ. ഇതിനെ കുറിച്ചൊക്കെ ആരെങ്കിലും പറയാമെന്നാ തോന്നാറില്ലേ? ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ നിറയെ കണ്ടതാണോ എന്ന് പറയാൻ തോന്നില്ലേ? ആക്ച്വലി കണ്ണൂർ മാത്രമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇവിടെയുള്ള മെയിൻ ആൾക്ക് സൗത്ത് കേരളീസ് ഒക്കെ ദേ ആർ ഓൾ ഇൻട്രസ്റ്റഡ്. അവരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണ്. ദേ വാണ്ട് ടു സീ ഇറ്റ്, അങ്ങനെയുള്ള ഒരു ഇതാണ്. സോ എന്താ എപ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. കണ്ണൂർ കാസർഗോഡ് മാത്രം കാണുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും. ഞാനും ഇത് പണ്ടൊരിക്കലും കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടെന്താന്ന് വെച്ചാൽ പേടിച്ചുപോയി. ചെറുതായിരുന്നപ്പോ ഇങ്ങനെ ഇരുട്ടത്ത് പോയിട്ട് തെയ്യം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെയൊക്കെ കയ്യിൽ പിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോ ഒരു ധൈര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഈ സംഭവം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഘോന്നൊരു ശബ്ദം കൂടെ വരില്ലേ, ഇത് രണ്ടും കൂടെ കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ജീവന്റെ പാതി അങ്ങ് ഒലിഞ്ഞു പോയി. അത്ര പേടിച്ചു പോയി. പക്ഷെ ഞാൻ നോക്കുമ്പോ പിന്നെ അവിടെയുള്ള ആളുകളുടെ ഭക്തിയും അതൊക്കെയാണ് പിന്നെ കാണുന്നത്. പക്ഷെ നമുക്കതൊന്നും തലയിലൊന്നും ഏശിയില്ല, ചെറിയ കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഇത് കണ്ടാൽ എന്താണ് എന്താ പറയാ, പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലേക്കൊന്നും വന്നുമില്ല കേട്ടോ. എന്തായാലും റിലീജിയസ് ആയിട്ട് ഭയങ്കര ഫീലിംഗ് ആണ്. നമ്മുടെ റിലീജിയസ് ആയിട്ട് ഭയങ്കര ദൈവത്തിന് വളരെ റെലവൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക്സ് അനിൽ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇനി ഒരിക്കലും നാട്ടിൽ പോകുമ്പോൾ വൈഫിനെയും കുട്ടികളെയും ഒക്കെ കൂട്ടി തെയ്യവും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ കാണിക്കൂ കേട്ടോ. അപ്പോൾ അനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് പറ്റി ഓർക്കുമ്പോൾ ഓരോരുത്തർക്കും നാടിനെ പറ്റി ഓർക്കുവാൻ അല്ലെങ്കിൽ നാട്ടിലെ ഇഷ്ടങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ചില ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തായാലും തെയ്യത്തിന്റെ ചിത്രങ്ങളാണ് മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഫോക്ക് ആർട്സ് എന്നൊക്കെ പറയുന്നത് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഇതൊക്കെ കാണുകയും ഓർക്കുകയും പിന്നീട് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാടിനെ പറ്റി അല്ലെങ്കിൽ നാടിന്റെ ഒരു ബന്ധം ഒന്നുകൂടെ ഒന്ന് പുനർജീവിക്കുന്നത് പോലെയൊക്കെ തോന്നും. എന്തായാലും അത്തരം ചിന്തകളുമൊക്കെ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് മലയാളികൾ ഇരിപ്പുണ്ടായിരിക്കാം. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നെക്സ്റ്റ് സോങ്. ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം പറയുമ്പോൾ നമ്മളെ കാത്തൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ആരാണത്? എന്റെ പേര് എലിയമ്മ ഫിലിപ്പ്. ഇത് ഫിലാഡൽഫിയയിൽ നിന്നാണ് വിളിക്കുന്നത്, റെഡിങ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ, എന്ത് ചെയ്യുന്നു ആന്റി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങള് എല്ലാരും നല്ലത് തന്നെ, വിശേഷങ്ങൾ നല്ലത് തന്നെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ആണോ ആന്റി? ഇന്ന് സൺഡേ ആയിട്ട് പള്ളിയിലൊക്കെ പോയോ? പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, അതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തി. എന്താണ് ഡിന്നറിന് ഉണ്ടാക്കിയിരിക്കുന്നത്? ഡിന്നറിന്
കഞ്ഞിയും പയറുമായിരുന്നു. ആണോ? നാട്ടിലെ സ്പെഷ്യൽ സംഭവങ്ങൾ ഇഷ്ടമാണ് കഞ്ഞിയും പയറും ഒക്കെ. ഞങ്ങള് പ്രായമുള്ളവരാണ്, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതല്ലേ നല്ലത്. പ്രായമുള്ളവർക്ക് മാത്രല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കഞ്ഞിയും പയറും. പ്രത്യേകിച്ച് ഒരു മഴയാണ്, രാത്രിയാണെങ്കിലൊക്കെ ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള, ഏറ്റവും കഴിക്കാൻ പെട്ടെന്ന് എന്താ പറയാ, വയറൊക്കെ ഫില്ലായി നല്ല സുഖമായി ഉറങ്ങാം എന്ന് തോന്നുന്ന ഒരു ഭക്ഷണം തന്നെയാണ് കഞ്ഞിയും പയറും. ഇവിടെ തണുപ്പാണ്, തണുപ്പുള്ളപ്പം തണുപ്പ് സമയത്ത് കഞ്ഞിയും സൂപ്പും ഒക്കെയാണ് നല്ലത്. അതെ അതെ, ഓക്കെ. ആന്റിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ പ്രായമുള്ളവര് 80, 70, 77 ഒക്കെ വയസ്സുള്ളവരാണ്. ഞങ്ങൾ റിട്ടയർ ചെയ്തവരാണ്. ഓക്കെ. നാട്ടിലെവിടെയായിരുന്നു സ്ഥലം? നാട്ടിലെ കുമ്പനാട്. കുമ്പനാട് വരാറുണ്ടോ? കുമ്പനാട്ടിലേക്കൊക്കെ കുമ്പനാട് വരാറുണ്ട്. ആണോ? നാട്ടിലെ ആന്റിയുടെ കൂടെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ആരെങ്കിലുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉള്ളവരുണ്ടോ? ഉണ്ട്, ധാരാളം ഉണ്ട്. ആണോ? അവരിൽ ആരെങ്കിലും ആന്റിയുടെ അടുത്തുണ്ടോ? അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ആ സ്റ്റേറ്റിലോ? അടുത്ത ഉണ്ട്. ആണല്ലേ? ഓക്കെ. അതൊരു രസമാണല്ലേ? ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടോ? നിങ്ങൾ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ടോ? ഉണ്ട്, ഷെയർ ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ. അതൊരു തമാശ അല്ലേ? ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ പഴയ കാലത്തെ ഓരോരോ കാര്യങ്ങൾ, അന്ന് കരഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിപ്പോൾ ചിരി വരും, അന്ന് ചിരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിപ്പോൾ കരച്ചിൽ വരും, അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. ആന്റി ആ ഓർമ്മകളിലേക്ക് അങ്ങോട്ട് പോയല്ലേ? ആണെന്ന് പറഞ്ഞിട്ട്. വളരെ ആണല്ലേ? ഓക്കെ. ആന്റിയുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? എനിക്ക് രണ്ടും പിന്നെ ഡോക്ടേഴ്സ് ആണ്. രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഒരാൾ ഫാർമസിസ്റ്റ് ആണ്, മറ്റേ ആള് ഡോക്ടറാണ്. അവർക്ക് ഈ 2 കുട്ടികളുണ്ട്. കൊച്ചുമക്കള് 14, 15 ഒക്കെ വയസ്സായി. ആണല്ലേ? ഓക്കെ. അപ്പൊ കൊച്ചുമക്കളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോവാറുണ്ടോ? ഇവര് ഒരാളിവിടെ അടുത്ത് തന്നെയാ, മറ്റേ ആള് വരാറും പോകാറും ഒക്കെ ഉണ്ട്. മാസത്തിലൊന്നൊക്കെ വരും. ഓക്കെ. എന്നാണ് ആന്റി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒന്ന് നാട്ടില് വന്നത്? ഞങ്ങൾ എല്ലാരും കൂടെ സാധാരണ വരാറില്ല. കഴിഞ്ഞ വർഷം വന്നിരുന്നു. രണ്ടുപേരും തന്നെ വന്നിരുന്നു. ഓക്കെ. അല്ല, എന്തായാലും വർഷത്തിലൊന്ന് വരും എങ്ങനെയാണെങ്കിലും അല്ലേ? തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണത്. എപ്പോഴും ഇപ്പൊ ഞാൻ പറയാറില്ലേ, ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, പണ്ട് ചെയ്യാൻ മറന്നു വെച്ച കാര്യങ്ങൾ, തിരക്കുകൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയമാണിത്. അപ്പൊ ആന്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കേണ്ട ഒരു സമയം കൂടിയാണ്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സമയം. അപ്പോൾ അതൊക്കെ ചെയ്യാം. അങ്കിളിന്റെ അടുത്തും പ്രത്യേകം അന്വേഷണങ്ങൾ പറയാം. ആന്റിക്കും അങ്കിളിനും നാളെ എന്റെ ബർത്ത്ഡേ ആണോ? ഓക്കെ. അപ്പൊ നേരത്തെ തന്നെ ബർത്ത്ഡേ വിഷസ് തരാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താണ് ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആന്റി? സ്പെഷ്യൽ ഒന്നും തീരുമാനിച്ചില്ല. പുറത്ത് കടയിലെങ്ങാനും പോയി, പുറത്തുനിന്ന് ഹോട്ടലിലെങ്ങാനും പോയി കഴിക്കുമായിരിക്കും. ആണല്ലേ? അങ്കിൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ആന്റിക്ക് വേണ്ടിട്ട് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്കിൾ എന്തെങ്കിലും പിന്നെ സ്പെഷ്യൽ ആയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടായിരിക്കും. അതാ പതിവ്. കഴിഞ്ഞ വർഷം കിട്ടിയത് എന്താണെന്നൊന്ന് പറയുമോ വേഗം? കഴിഞ്ഞ വർഷം കിട്ടിയത് അല്ല, ആന്റി ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല സർപ്രൈസ് ഗിഫ്റ്റ് പറയും. ഒരു പ്രാവശ്യം ഒരു പിന്നെ പേളുമാല വാങ്ങിച്ചോണ്ട് തന്നു. അയ്യോ, ആന്റി അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു കേട്ടോ. അപ്പൊ നാളെ പുറത്ത് കഴിക്കാൻ പോകുമ്പോ ആന്റി ആ പേളുമാല ഇടുമോ ഇല്ലയോ? ഓക്കെ ആന്റി. അപ്പൊ അതൊരു വളരെ നല്ല കാര്യമാണ്. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും. എത്ര വർഷമായി ആന്റി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 57. ഈ മെയ് ആകുമ്പോ 57 ഇയേഴ്സ് കഴിഞ്ഞ് 58 തുടങ്ങും. 58 വർഷങ്ങൾ ഒരാളുടെ കൂടെ ഇരിക്കുക, ഒരാളെ തന്നെ സ്നേഹിക്കുക, ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് മേ ബി അതൊരു സർപ്രൈസ് ആണ് എല്ലാവർക്കും അല്ലേ? 58 വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും അങ്കിളിനും എല്ലാവിധ ആശംസകളും നൽകുന്നു. ആന്റിക്ക് ഒരിക്കൽ കൂടി ബർത്ത്ഡേ വിഷസ് നൽകുന്നു. ഒപ്പം നമുക്ക് എല്ലാവർക്കും കാണാം നല്ല ഒരു സോങ് അസറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ഹലോ ഹലോ. യെസ്, ആരാത്? അമേരിക്കനാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് പേര്? സോഫി എന്നാണ് പേര്. സോഫി. യെസ്, നല്ലൊരു പേരാണ് കേട്ടോ. ഞങ്ങളുടെയൊക്കെ നാട്ടില് ചെറുപ്പത്തിൽ എനിക്കൊരു നല്ലൊരു ആന്റി ഉണ്ടായിരുന്നു, സോഫി. സോഫി ആന്റി എന്നായിരുന്നു വിളിക്കുന്നത്.
എന്ത് ചെയ്യുന്നു സോഫി അവിടെ? ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര വർഷമായി? ഇവിടെ ഇപ്പൊ 16 വർഷമായി. 16 വർഷം. നാട്ടിലെവിടെയായിരുന്നു സ്ഥലം? അടൂര്. അടൂർ. അടൂരിൽ നിന്നും അവിടേക്ക് പോയിട്ട് ഹസ്ബൻഡ്, കുട്ടികൾ എല്ലാരും ഉണ്ടോ കൂടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എല്ലാവരുടെയും പേരുകൾ പറയൂ, വിശേഷങ്ങൾ പറയൂ. എനിക്ക് 3 മക്കളാണ്. ഓക്കെ. 2 പേര് കല്യാണം കഴിച്ചു. ആഹാ. ഒരാള് കല്യാണം കഴിക്കാനുണ്ട്. ഒരാളും കൂടെ കല്യാണം കഴിക്കാനുണ്ട്. കല്യാണം കഴിപ്പിക്കണം അല്ലേ? കഴിപ്പിക്കണം. 2 വർഷത്തിനകം കല്യാണം കഴിപ്പിക്കണം. അതൊരു നല്ല എന്താ പറയാ, ഒരു അമ്മയുടെ നല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകളായിരുന്നത്. കല്യാണം കഴിപ്പിക്കണം. ഈ കല്യാണം കഴിക്കണം എന്ന് മക്കളോട് പറയുമ്പോൾ അവരെന്തെങ്കിലും എതിർപ്പ് പറയാറുണ്ട്? ഇപ്പൊ വേണ്ട, പിന്നെ മതിന്ന്? അങ്ങനൊക്കെ പറഞ്ഞു. ഏതായാലും 2 പേരുടെ നടത്തി. ആണല്ലേ? അങ്ങനെയൊക്കെ പറയും, പക്ഷെ നമ്മുടെ അടുത്ത് അതൊന്നും നടക്കൂല അല്ലേ, ആ നമ്പർ ഒന്നും? നടക്കില്ല. ഓക്കെ. ഒരുപാട് രണ്ടാമത്തെ മണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമേ ആയുള്ളൂ. ആഹാ. അപ്പൊ ചെറിയ ആളുടെ അടുത്ത് എന്നാണ് കല്യാണം കഴിക്കേണ്ടത്, എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ടോ? ഞാൻ അങ്ങോട്ട് പറയും അവരോട് 10, 26, 27 വയസ്സാകുമ്പോ മുതൽ ഞാൻ തുടങ്ങും. അപ്പൊ അവരത് കേൾക്കും? കേൾക്കും. പറയുന്നതിനൊന്നും എതിരൊന്നും പറയത്തില്ല മക്കളൊന്നും. ആണല്ലേ? കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും ലൈഫിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നും അല്ലേ? അപ്പൊ അതിനൊക്കെ നമ്മുടെ ജീവിതം ആണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ആന്റിയുടെ ലൈഫും എനിക്ക് തോന്നുന്നു മേ ബി അവരുടെ മുൻപിൽ ഒരു നല്ലൊരു എക്സാമ്പിൾ ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ. പക്ഷേ ഇപ്പൊ ഞാനിപ്പോ ചോദിക്കട്ടെ, ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ഒന്നിച്ചേരുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടാനൊക്കെ ഉള്ള ഒരു അവസരങ്ങളാണ്. ഇപ്പൊ ആന്റി നോർമലി മക്കളുടെ കല്യാണം വെക്കുന്നത് അവിടെയാണോ നാട്ടിലാണോ? അല്ല, ഞാൻ നാട്ടിൽ 2 വർഷം കൂടി ഇരിക്കുമ്പോ നാട്ടിൽ പോകുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പൊ നാടായിട്ടുള്ള ഒരു കണക്ഷൻ ഇതുവരെ മിസ്സായിട്ടില്ല? ഇല്ല ഇല്ല, എനിക്ക് നാടാ ഇപ്പോഴും ഇഷ്ടം. എനിക്കിഷ്ടം നാടാ. ഓക്കെ. നാട്ടിലെ എന്തൊക്കെ കാര്യങ്ങളാ ഇഷ്ടം, അതൊന്ന് കേക്കട്ടെ. നാട്ടിലെ എന്റെ റിലേഷൻസ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ ഫാമിലിയിൽ ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പൊ ചെല്ലുന്ന സമയത്ത് എല്ലാരെയും കാണാൻ പോകാറുണ്ടോ? എല്ലാരും ഞാൻ കാണാറുണ്ട്, പോകാറുണ്ട്. ആണല്ലേ? അപ്പൊ ആരെങ്കിലും കാണുമ്പോ ഇങ്ങനെ ചോദിക്കോ, എന്നാടി നീ ആകെ മെലിഞ്ഞു പോയല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? എന്നാടി നീ ആകെ മോശമായിട്ടിരിക്കുന്നതേ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ചോദിച്ചിട്ടില്ല. സുന്ദരമായിട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ പറയാം, എന്താ ആൾക്കാര് പറയുന്നു, ഓ എന്നാടി നിനക്ക് പണ്ടത്തെ പോലെ തന്നെ ഭയങ്കര ഗ്ലാമർ ആണല്ലോ, അങ്ങനെയല്ലേ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ പറഞ്ഞു ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ചോദിച്ച ആരാന്നൊരു ഓർമ്മയുണ്ടോ? അങ്ങനെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പറയാറുണ്ട് സിനിമ കാണുമ്പോ. നിന്നെ കണ്ടാൽ ഇപ്പോഴും പ്രായം തോന്നുകയേ ഇല്ലല്ലോ, അങ്ങനെയാണോ പറയുന്നത്? നീ എന്തു അടി കഴിക്കുന്നു, നിന്നെ കണ്ടാ പ്രായം തോന്നത്തില്ലല്ലോ. ഓക്കെ. അപ്പൊ അവരോട് ആന്റി എന്താ ഉത്തരം പറയുന്നത്, അതൊന്ന് കേക്കട്ടെ. എന്താ പറയാ? പക്ഷെ ശരിക്കും ഇപ്പൊ എനിക്ക് ആന്റിയോട് ഫോൺ ചെയ്തപ്പോഴേ വളരെ പോസിറ്റീവ് ആയിട്ട് വളരെ നല്ല ചിരിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയാ തോന്നുന്നത്. അപ്പം ആന്റിയുടെ ഒരു ലൈഫ് മോട്ടോ അല്ലെങ്കിൽ ലൈഫിൽ ഏറ്റവും അധികം ആന്റിക്ക് ഒരു പ്രശ്നം വരുമ്പോഴും ഒരു സങ്കടം വരുമ്പോഴൊക്കെ ആന്റി അതിനെയൊക്കെ മറികടക്കാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്താണെന്നൊന്ന് പറയൂ. കേൾക്കട്ടെ, പറയൂ. ഞാൻ ചിരിച്ചുകൊണ്ടോ ഞാനെല്ലാം നേരിടും. എനിക്ക് തോന്നി ഇത്രയും നേരം ചിരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോ തോന്നി ചിരിച്ചോണ്ട് എല്ലാത്തിനെയും നേരിടുന്ന ഒരാളാണെന്ന്. എല്ലാരും എപ്പോഴും എന്നെ കാണുമ്പോ നാട്ടിലായാലും ഇവിടെ ആയാലും എനിക്ക് എപ്പോഴും മുഖത്ത് നല്ല സന്തോഷമാണ്, എപ്പോഴും ചിരിയാണല്ലോ എന്നാ പറയുന്നത്. അതൊരു പ്രശ്നം എന്നോട് ചോദിക്കുന്നത്. പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആന്റി അത് ചിരിച്ചോണ്ട് അതിനെയൊക്കെ ഫ്യൂസ് ആക്കി കളയും അല്ലേ? എല്ലാം അങ്ങനെ ചെയ്യും. ഓക്കെ. സീരിയസ് ആയിട്ട് ഞാൻ എടുക്കത്തില്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചിരിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ അങ്ങ് പോകും. വെരി നൈസ്. ആന്റിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായാലും ആന്റിയുടെ മക്കൾക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും ആന്റി മക്കളെല്ലാരും എന്റെ മൂത്തമൻ കല്യാണം കഴിച്ചേക്കുന്നത് കറ്റാനത്തൂന്നാണ്. ഓക്കെ. കുഞ്ഞുണ്ട് 3 വയസ്സുള്ള. ആണോ? അപ്പൊ എന്തായാലും ചിരിക്കാൻ കൂടുതൽ കാരണങ്ങളുണ്ട് ഇപ്പൊ വീട്ടിലല്ലേ?
ഉണ്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ലൈഫ് ഭയങ്കര എൻജോയ് ചെയ്ത് പോകുന്നു. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം ആന്റി, ആന്റിയോട് സംസാരിക്കാൻ സാധിച്ചാലും. മാത്രമല്ല ഇങ്ങനെ ആന്റി ഒരു ചിരിക്കുടുക്കയാണെന്നുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കില്ല. എന്നാൽ കുറെ കൂടെ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ചിരിക്കുടുക്ക ആന്റിക്കും സോഫി ആന്റിക്കും ആന്റിയുടെ മക്കൾക്കും കൊച്ചുമോനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സോങ് ആസ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേ. ആസ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നല്ലൊരു പ്ലേലിസ്റ്റ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആൻ പാലിയാണ്. എന്നോടൊപ്പം ഒരു ലെറ്റർ ഉണ്ട്, അത് ഞാൻ വേഗം വായിക്കട്ടെ. Hello Anne, I can't remember after how many years I'm seeing you on TV, but it's still a treat for my eyes. Normally on Sundays I turn to be a mall rat and hate sitting at home. But this week I was too tired to do that because it was my best friend's wedding yesterday. They had a beach wedding yesterday and today a small ceremony at the temple. Almost all my friends got married in the last 3 years and I'm happy for the way that they take it. I wish all happiness in this world to my dear friends Anakha Murthy and James Hayden. Now please play a wedding tune for our pack. With love, Akhilesh Kannan, Texas. Akhilesh പറയുന്നത് പോലെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്നും കടക്കാതെ, കാരണം എല്ലാ വിശേഷങ്ങളും അഖിലേഷ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അഖിലേഷിനും അഖിലേഷിന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ആണ് നമ്മൾ നെക്സ്റ്റ് സോങ് കാണാൻ പോകുന്നത് ആസ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേ. ജീവിതത്തിന്റെ നന്മ എവിടെ, സത്യസന്ധത എവിടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന സഹാനുഭൂതി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, സന്യാസി ഇയാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, എൻ്റെ അടുത്ത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല, പക്ഷേ തൊട്ടപ്പുറത്ത് കാണുന്ന കുളത്തിലെ കുറച്ച് മീനുകൾക്ക് ഇതിന്റെ ഉത്തരമുണ്ട് എന്ന്. എന്തായാലും മീനുകളോട് ഈ ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞ അയാൾ മീനുകളുടെ അടുത്ത് ചെന്നപ്പോൾ മീനുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം കൊണ്ടുവന്ന് തരൂ, ഞങ്ങൾക്ക് ദാഹിക്കുന്നുവെന്ന്. എന്തായാലും അത് കേട്ട് കഴിഞ്ഞ് കുറച്ചൊന്ന് സ്തബ്ധനായി പോയിട്ടുള്ള ഇയാൾ തിരിച്ചു ചോദിച്ചു, ഇത്ര വലിയൊരു കുളത്തിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ്, ചെറിയൊരു കുളത്തിലുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കുവാൻ ഇവിടെ ധാരാളം വെള്ളമുണ്ടല്ലോ എന്ന്. അപ്പോൾ മീനുകൾ അയാളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുണ്ട്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അലയുന്ന നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഈ കുളത്തിൽ കിടന്നുകൊണ്ട് ഒരു ചെറിയ കലത്തിലുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ കുടത്തിലുള്ള അല്പം വെള്ളത്തിനായി ദാഹിക്കുന്ന ഞങ്ങളുടെ അവസ്ഥയും എന്ന്. എന്തായാലും ആ ചോദ്യവും ആ ഉത്തരത്തോടും കൂടി അയാൾക്ക് ജീവിതത്തിലുള്ള പല പല ചോദ്യങ്ങളുടെയും ഉത്തരം ലഭിച്ചുവെന്നാണ് കവി പറയുന്നത്. ഇത്തരം ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സുകളിലും ഉണ്ടാകും. ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടിയുള്ള അലച്ചിൽ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതം. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച ഒരുപാട് നല്ല ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഏവർക്കും ഉത്തരം നൽകുവാൻ കഴിയട്ടെ, അല്ലെങ്കിൽ ഉത്തരം ലഭിക്കുമാറാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ആസ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. യാത്രാമൊഴി ചോദിക്കുന്നു ആൻ എന്ന ഞാൻ.